അപ്പൊ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് വേണ്ട വിധത്തിലുള്ള ഒരു സാഹചര്യം കിട്ടിയോ? അതൊന്നും കിട്ടിയിട്ടുണ്ടാകാനുള്ള ഒരു സാഹചര്യവും യമനിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റടിക്കൊക്കെ ഇത് അവർ പറയുന്ന ഒരു വേർഷൻ അത്തരം കൊള്ളക്കം ഉണ്ടാക്കിയ കേസാണ്. ഓക്കെ, ഈ കൊലപാതകം നടത്തി എന്നുള്ളത് നിമിഷപ്രിയ എന്നെ സമ്മതിക്കുന്നുണ്ട്, ഇത്തരത്തിൽ ഉറക്കവിളികൾ കൊടുത്തിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അവര് ഒരു വധശിക്ഷ കിട്ടാൻ മാത്രമുള്ള ഒരു കാര്യമാണോ ഇത് എന്നൊക്കെ ഉള്ളത് വലിയ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സമൂഹവും കേരളവും ഒക്കെ തന്നെ ഒരുമിച്ച് അവരുടെ ഒപ്പം നിൽക്കുന്നത്. പിന്നെ ലോകത്തെമ്പാടുമുള്ള ഒരു കാര്യം, എത്ര വലിയ കുറ്റമാണെങ്കിലും അതിന് വധശിക്ഷയൊക്കെ വിധിക്കണ്ട എന്ന് പറയുന്ന ഒരു നിലപാടുകളൊക്കെ കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവരൊക്കെ കുറച്ചുകൂടി വളരേണ്ടി വരും. ഇവരുടെ കയ്യിലുകളിലെല്ലാം ഉള്ളത് തന്നെ ഒരു സങ്കുചിതമായ താല്പര്യമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനും നരേന്ദ്രമോദിക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തത് ഇവർ ചെയ്തു എന്നുള്ള നിലക്കാണ് ഇവർ ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ആർക്ക് പോകണ്ട, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ്.